എത്ര കഷ്ടപ്പെട്ടാലും 24 മണിക്കൂറല്ല 48 മണിക്കൂർ ജോലി നോക്കിയാലും ഒരു മനുഷ്യന്റെ കയ്യിലും 5 പൈസ നീക്കി വെക്കാൻ കഴിയാത്ത പോലെ നികുതി ഭാരം നടുവൊടിച്ചു കളഞ്ഞൊരു സമൂഹം. ആ സമൂഹത്തിന്റെ ഗതികേടിന് മുമ്പിൽ ആലോചിച്ചു നോക്കണം. ചെറുപ്പക്കാര് ഗൗരവത്തോടെ ആലോചിക്കണമേ. നമ്മുടെയൊക്കെ വീട്ടിൽ വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ ഒരു രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എത്ര പ്രയാസപ്പെടുന്നുണ്ട്. സ്വന്തം വാപ്പയുടെയും ഉമ്മയുടെയും സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും ഈ പ്രയാസം ഏതെങ്കിലും മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആലോചിക്കണ്ടേ. എൻ്റെ വീട്ടിൽ ഇതാണ് അവസ്ഥ, അപ്പുറത്തെ വീട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട്, ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി എത്ര പ്രയാസപ്പെടുന്നു. എന്തുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചേട്ടനും ഒക്കെ പണിയെടുത്തിട്ടും, എൻ്റെ കുടുംബക്കാരെല്ലാവരും പണിയെടുത്തിട്ടും എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഈ ഗതികേട്? എന്താ ഈ ദാരിദ്ര്യത്തിന്റെ കാരണം? ചെറുപ്പക്കാർ ആലോചിക്കണ്ടേ. എന്തുകൊണ്ട് സർക്കാർ എന്തുകൊണ്ട് സഹകരിക്കുന്നത്? സർക്കാരിന്റെ നികുതി ഭാരമാണ് ഈ പ്രശ്നങ്ങൾ. എന്നാൽ സർക്കാർ എന്തുകൊണ്ട് ഇത്രയും നികുതി വയ്ക്കുന്നു? ഇപ്പൊ സർക്കാരും കടത്തിലാണ്. എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനം കടത്തിലായി? നമ്മുടെ രാജ്യവും എന്തുകൊണ്ട് കടത്തിലായി? എക്കണോമിക്കലി, സാമ്പത്തികമായിട്ട് നമുക്ക് എവിടെ പിഴച്ചുപോയത്? എവിടെ ശരിയായ ഗതിയിൽ രാജ്യത്ത് സമ്പത്തുണ്ടാക്കേണ്ടത്? ഉപ്പ് തൊട്ട് കർപ്പൂരമാക്കുന്ന ഏതൊരു ഉൽപ്പന്നത്തിലും ഇത്രയേറെ നികുതി കൊടുക്കുന്ന ഒരു പൗരന് സാമ്പത്തികമായ ഭദ്രതയുള്ള ഒരു ജീവിതം കൊടുക്കാൻ സർക്കാരുകൾ പരാജയപ്പെട്ടത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കാൻ, അത് പഠിക്കാൻ, അത് മനസ്സിലാക്കി പരിഹരിക്കുന്ന ഒരു യൗവനം കടന്നു വരേണ്ട ഇവിടെ. ഇതൊന്നും ആലോചിക്കൂല. ഇതൊന്നും ആലോചിക്കാതെ എന്ത് ചെയ്യും? ഇവിടെ അഴിമതി കാണിച്ച് രാഷ്ട്രീയക്കാരനെതിരെ ചോദ്യം ഉണ്ടാകുമ്പോൾ അവന് മുദ്രാവാക്യം വിളിപ്പിക്കാൻ വേണ്ടി, മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി പാതിരാത്രി ഇറങ്ങിപ്പോവും. രാവും പകലുമില്ലാതെ ബസ്സിന് കല്ലെറിയാനേ. നമ്മളെല്ലാവരും നികുതി കൊടുത്ത പൈസയ്ക്ക് ഇറക്കിയിട്ടുള്ള ബസ്സിന് കല്ലെറി, ആ ബസ്സിന് കല്ലെറിഞ്ഞ് ഗ്ലാസ് പൊട്ടിച്ച അത് റിപ്പയർ ചെയ്യാനും നമ്മുടെ നികുതി പണം തന്നെയാണ്.